അപ്രിയ സത്യങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്ന നമ്മുടെ വിനോദ് നായർ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ തുടങ്ങുന്ന മുഖവരി തന്നെ അദ്ദേഹം പറയുന്നത്, ഈ വീഡിയോ സംഖ്യകളും പ്രസംഖ്യകളും ആരും കാണരുത്, അവർക്ക് കാർഡിയക് അറസ്റ്റ് വരും എന്നാണ്. അതുകൊണ്ട് അവരാരും കാണരുത്, സുഡാപ്പികൾ മാത്രം കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് വലിയ തമാശയും ഇടയ്ക്കിടയ്ക്ക് ചിരിക്കണോ എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഈ ചിരിക്കുന്നത് കൊണ്ട് കൂടുതൽ ചിരിക്കുന്നത് കൊണ്ട് കാർഡിയക് അറസ്റ്റ് വരും എന്ന് ഇദ്ദേഹത്തെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് എനിക്കറിയില്ല. നമ്മൾ നേരെ തിരിച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ചിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഹായ്, ഞാൻ ഫെലിക്സ്. മൊമെന്റ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്, അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് എഴുതി കാണിക്കുന്നത് ഇത് സംഖ്യക്കും പ്രസംഖ്യക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ഉള്ള, നിങ്ങളത് കാണരുതെന്ന് പറഞ്ഞ് അന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ആ സ്ക്രോൾ ഇങ്ങനെ പോകുന്നത്. അതായത് നമ്മൾ സാധാരണ ഇതിൽ ഒരു വീഡിയോ, ആരുടെയെങ്കിലും വീഡിയോ നമുക്ക് കാണണമെങ്കിൽ ആ വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് എന്ത് വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്, അത് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് നമുക്ക് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഞാൻ ചുടാപ്പികളെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് മറ്റുള്ള ആരും കാണണ്ട എന്നാണ്. പക്ഷേ ചുടാപ്പികളെ സൂചിപ്പിക്കാനെന്ന് പറയുമ്പോൾ ചുടാപ്പികൾ മാത്രം കണ്ടാൽ മതി എന്നല്ല അതിൻ്റെ സൂചന. ചുടാപ്പികൾ നിർബന്ധമായിട്ടും ഇത് കാണണമെന്നാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. ഇതിൻ്റെ കാരണമൊന്നുമില്ല, അത് റീച്ചും ഫണ്ടും പിന്നെ ഹലാൽ ഫുഡൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇദ്ദേഹം കുറച്ച് നാൾ മുമ്പ് ഈ നരേന്ദ്രമോദിയെ തെറി വിളിച്ചുകൊണ്ടുള്ള ചില വീഡിയോകളാണ് വല്ലപ്പോഴുമെങ്കിലും നിരന്തരമായി ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് വലിയ റീച്ചും മറ്റേ ഫണ്ടും തീറ്റയൊന്നുമില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇദ്ദേഹം, നേരത്തെ നരേന്ദ്രമോദിയെ തെറി വിളിക്കുമ്പോഴും ഇദ്ദേഹത്തിന് ചെറിയ സുഡാപ്പി സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര തീവ്രമായി ഇപ്പോഴടുത്ത കാലത്താണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. നിരന്തരം ഡെയിലി ഇപ്പോൾ 5-6 വീഡിയോ ആണ് ഇപ്പോൾ ഈ സുഡാപ്പികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ആ വീഡിയോയിൽ പ്രത്യേകമായ ഒരു ആരോപണം കൂടെ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ ഹമാസ് എന്ന് കേൾക്കുമ്പോൾ ഈ വാനിൽ തീ പിടിക്കുന്ന വാനരന്മാരുണ്ട്, അവർ എൻ്റെ വീഡിയോ കാണരുതെന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. ഇപ്പൊ ഇദ്ദേഹം ഈ വാനരം എന്നൊക്കെ പറയുന്നത് എന്നെ ഉൾപ്പെടെ, ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻ ആണെങ്കിലും എന്നെ ഉൾപ്പെടെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. നമ്മളാണല്ലോ ഹമാസിനെ ഇങ്ങനെ പുകഴ്ത്തി പുണ്യവാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വാലിനല്ല, നമ്മുടെ പല സ്ഥലങ്ങളിലും തീ പിടിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ ഉൾപ്പെടെ തന്നെയാണ് ഇദ്ദേഹം ഈ വാനരൻ എന്ന് വിളിച്ചത്. അല്ല, എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇവർക്ക് ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ വാനിൽ എന്താ തീ പിടിക്കുന്നതെന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും വാനരൻ എന്നുള്ളൊരു പേര് നമുക്ക് ചാർത്തി തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്നാണ് ഒരു സംശയം. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു പേര് മൂഷികർ എന്നാണ്. കാരണം നിങ്ങൾ അല്ലെങ്കിൽ ഈ മാളത്തിലാണല്ലോ നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ മൂഷികർക്ക്, ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ ഈ മൂഷികർക്ക് വാലിൽ തീ പിടിക്കേണ്ട കാര്യം എന്തെന്നാണ് എനിക്ക് താങ്കളോട് വളരെ സ്നേഹപൂർവ്വം ചോദിക്കാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഒന്ന് TG മോഹൻദാസാണ്. ഈ TG മോഹൻദാസിനെ കുറിച്ച് അദ്ദേഹം വളരെ ആക്ഷേപകരമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹത്തെ സംബോധന ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കതൊന്ന് കേൾക്കാം. നമ്മുടെ TG മോഹൻദാസിനെ പോലെയുള്ള നീർക്കോലികളെല്ലാം ഈ ചാനലുകൾ വന്നിരുന്ന് പറയുന്ന കേട്ടു, ദേശസ്നേഹം രാജ്യസ്നേഹം വേണമെങ്കിൽ ഇസ്രായേലുകാരിൽ നിന്ന് പഠിക്കണം. എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്, ഇദ്ദേഹം ഈ ഇങ്ങനെ കൊഴുത്ത് തുടുത്തു കവളക്കച്ചാടിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹലാൽ ഫുഡ് താങ്കൾക്ക് ഇങ്ങനെ ദിനപ്രതി കിട്ടുന്നതുകൊണ്ട് അതൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഈ TG മോഹൻദാസിന് അങ്ങനെയൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എല്ലും തൊലി പോലെ ഇങ്ങനെ ചാകാൻ ഇരിക്കുന്നത് പോലൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു ശത്രു എന്ന് പറയുന്നത് നമ്മുടെ സാമൂൽ അച്ചായനാണ്. ഈ സാമൂൽ അച്ചായൻ താങ്കൾ ഇങ്ങനെ ഡൽഹി കിടന്ന് വട്ടം ചുറ്റുന്ന കണക്കല്ല. അദ്ദേഹത്തിന് ഈ എന്താണ് ഈ പത്രപ്രവർത്തനമെന്നും എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നല്ല കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ സാമൂൽ അച്ചായൻ. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങ് വെട്ടുപിടിക്കുന്നതാണ് താങ്കൾക്ക് നല്ലത്. പിന്നെ നമ്മുടെ മറ്റൊരാൾ നമ്മുടെ സാജൻ സ്കറിയ, നമ്മുടെ മറുനാടൻ സാജൻ സ്കറിയാണ്. ഇപ്പൊ ഈ സാജൻ സ്കറിയയ്ക്ക് എന്ന് പറയുമ്പോൾ ഈ റീച്ചിന് വേണ്ടി അദ്ദേഹത്തിന് എങ്ങും പോകേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു ദിവസം 5-6 വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഓരോ വീഡിയോയ്ക്കും 5 ലക്ഷം 6 ലക്ഷം വ്യൂസ് ഉണ്ടെന്നുള്ളതാണ് അതിന്റെ പരമമായ സത്യം. ഇതൊക്കെ ആളുകൾ വന്നിരുന്ന് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? ഇതൊക്കെ കാര്യങ്ങൾ വന്നിരുന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ട് പഠിച്ചിട്ടാണ് വന്നിരുന്ന് പറയുന്നത്. അല്ല താങ്കളെപ്പോലെ ഈ സുഡാപ്പികൾ എഴുതി തരുന്നത് പച്ചയ്ക്ക് വിഴുങ്ങിയിട്ട്, വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ട് ഈ മൈക്കിന്റെ മുമ്പിൽ വന്നിരുന്ന് ഛർദ്ദിക്കുകയല്ല അവർ ചെയ്യുന്നത്. നേരത്തെ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഈ സ്ത്രീകളെയും കുട്ടികളെയും ഇങ്ങനെ ഇസ്രായേൽ നിരന്തരം ഇങ്ങനെ ബോംബിട്ട് കൊല്ലുന്നു എന്നൊക്കെയാണ് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം ഒരുവിധം ബോധ്യപ്പെട്ടിട്ടുണ്ട്.
അവിടെ എന്താണ് സംഭവിക്കുന്നുള്ള സത്യാവസ്ഥ ഇന്ന് ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്നത് ഇന്ത്യയിലെ സുഡാപ്പി കൂട്ടങ്ങളൊക്കെ വന്ന് ഒളിഞ്ഞിരിക്കുന്നത്, ഇവർ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതും ഒക്കെ എവിടെയാണ്? ഈ പറയുന്ന ഈ അഭയാർത്ഥി ക്യാമ്പുകളിലും സ്കൂളിലും ഹോസ്പിറ്റലിലും ഒക്കെയാണ്. അവിടെ ബോംബിങ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റി ഉണ്ടാകും എന്നുള്ളത് പരമമായ സത്യമാണ്. പക്ഷേ ഇത് മോക്ക് ഡ്രില്ലിംഗ് നടത്തിയിട്ടാണ് ഇവർ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലോടെ ബോംബിങ് ചെയ്യുന്നത്. പക്ഷെ ഇവരെ ആരെയും അവിടെ നിന്ന് പോവാൻ സമ്മതിക്കാതെ തടഞ്ഞു വെച്ചുകൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടാക്കിയാണ് ഈ ഹമാസ് കൂട്ടങ്ങൾ. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത് ഉയർത്തിക്കാട്ടി സഹതാപ തരംഗം ഉണ്ടാക്കി അവരുടെ പൈസ വാങ്ങിച്ച് പൂട്ടടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഹമാസിന്റെ പണി എന്ന് പറയുന്നത്. ഈ സത്യങ്ങളെല്ലാം ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ അറിയുന്നത്? ഈ പറയുന്ന നിങ്ങൾ പറയുന്ന ചേച്ചി പോകുന്നത്, അത് സാമൂഹ്യശാൻ നമ്മുടെ ഷാജൻ സെറിയൊക്കെ വന്നിരുന്ന ഇവർ കൊടുക്കുന്നതിൻ്റെ ഒരു അവയർനെസ്സിന്റെ ഫലമാണ്. നിങ്ങൾക്കെല്ലാം ഇവർക്ക് ശത്രുക്കളായതും അതുകൊണ്ടാണെന്ന് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാം, എൻ്റെ മോനെ മൂഷിക കൂട്ടങ്ങളെ. പിന്നെ മറ്റൊരു കണക്കെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവിടെ ബോംബിൽ വയ്ക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്കാണ്. ഈ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റു രാജ്യങ്ങളിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് കൂടി ചേർത്താൽ പോലും ഇവർ ഈ പറയുന്ന കണക്കിനടുത്ത് പോലും വരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പരമമായ സത്യം. സത്യത്തിൽ ഈ വിനോദ് നായരൊക്കെ വന്നിരുന്ന ഇങ്ങനെ വളരെ അസത്യ പ്രചരണവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ സഹതാപമാണ് തോന്നുന്നത്. അല്ല, നമുക്കിപ്പോൾ ഇവനോട് സഹതാപം തോന്നേണ്ട കാര്യമൊന്നുമില്ല അല്ലേ മോനെ? കാരണം ഈ ഹലാൽ ഫുഡ് അറ്റം വരെ കിട്ടുന്നുണ്ടല്ലേ അല്ലേ? ഇവർക്ക് ഈ സുഡാപ്പി ഈ മൂഷിയ കൂട്ടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കലിപ്പ് നെതന്യാഹുവിനോടാണ്. അതായത് നെതന്യാഹുവിന്റെ അധികാരക്കൂതിയാണ് യുദ്ധം നീണ്ടുപോകാൻ കാരണമെന്നാണ് ഇവിടെ പ്രധാന ആരോപണം. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുക. ചെറുതായിട്ട് ചെറിയ കാര്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ അവിടെ ഇസ്രായേൽ ഒരു കൂട്ടുകക്ഷി ഭരണമാണ് അവിടെ നിലവിലുള്ളത്. ഇത് അവിടെ നെതന്യാഹു വിചാരിച്ച പോലും ഇവർ വിചാരിക്കുന്ന രീതിയിൽ ഒത്തുതീർപ്പ് കൊണ്ടുവരാൻ നെതന്യാഹുവിന് പോലും അവിടെ കഴിയില്ല. ഇവരുടെ ഈ കൂട്ടുകക്ഷി ഭരണം എന്ന് അറിയാമല്ലോ, ഈ നെതന്യാഹുവിനേക്കാളും വളരെ തൂർവായ നിലപാടുള്ളവരാണ് മറ്റു കൂട്ടുകക്ഷികളുള്ള ചില കൂടുതലും മന്ത്രിമാർ. അവരുടെ ഒരു നിലപാടെന്ന് പറയുന്ന ഹമാസിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റിനും നമ്മൾ കൂട്ടുനിൽക്കരുത് എന്നാണ് പറയുന്നത്. അത് ബന്ദികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യാമായിരുന്നുവെങ്കിൽ നമ്മൾ 15 മാസം മുമ്പേ നമുക്കത് ചെയ്യാമായിരുന്നു എന്നുള്ള നിലപാടുകാരാണ് ഇവരുടെ കൂട്ടുകക്ഷിയിലെ മന്ത്രിമാരിൽ പലരും. നമുക്കെന്നൊന്ന് ആലോചിച്ച് നോക്കിവിടെ, ഇദ്ദേഹം ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷത്തിലാണ് അവിടെ ഭരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നിരിക്കാം. അതല്ലെങ്കിൽ ഒരു കൂട്ടുകക്ഷി ഭരണമാകുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ലല്ലോ. അവിടെ ജനങ്ങളൊന്നും സമ്മതിക്കില്ലല്ലോ. ഇതൊന്നും അറിഞ്ഞുകൂടാതെയാണ് ഇവനൊക്കെ വന്നിരുന്നു എന്തെങ്കിലും ഒക്കെ വന്ന് ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ഈ മൂഷിയ കൂട്ടങ്ങൾക്ക് ഈ വാലിറ്റിയെ വിളിച്ചിപ്പോൾ ഓടാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമില്ല. അതായത് ഇപ്പോൾ നമ്മുടെ IDF ഇവരുടെ ഇസ്രായേലിന്റെ പുതിയ ഭൂപടം പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഭൂപടം കണ്ടതിന് ശേഷമുള്ളൊരു തീ പിടിച്ചിട്ടുള്ള വെപ്രാളമാണ് ഇവരൊക്കെ കാണിക്കുക. ഇപ്പം സമാധാനം വേണം, ഇപ്പം സീസ് ഫയർ വേണം, ഇപ്പം സമാധാനം വേണം എന്ന് പറഞ്ഞുള്ള പരക്കം പാച്ചിലൊക്കെ അതിന് ശേഷം തുടങ്ങിയതാണ്. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് കേട്ടോ. അത് ഇദ്ദേഹം പറയുന്ന ഞാനൊരു പറ്റിയ പ്രധാനപ്പെട്ട കാരണം പറയാം. അതുപോലെ ഇതിനേക്കാളും ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതായത് ഈ സന്ധി സംഭാഷണം ഇപ്പോൾ ധൃതി പിടിച്ച് നമ്മുടെ ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സീസ് ഫയർ എങ്ങനെയും കൊണ്ടുവരണം എന്നുള്ള നിലയിലാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ ഖത്തർ ഈ തീവ്രവാദി ചില കൂട്ടങ്ങൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നത് ഖത്തറാണെന്നുള്ളത്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഈ ഹമാസ് എന്നൊക്കെ പറയുന്ന സംഘടനകൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ഖത്തറാണെന്നുള്ള ഒരു അലിഗേഷൻസ് ഇപ്പൊ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ മേളിൽ പ്രത്യേകിച്ച് അമേരിക്കയുടെ സമ്മർദ്ദമുണ്ട്. എങ്ങനെയും ഈ ഹമാസിനെ കൊണ്ട് ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ സന്ധി ചെയ്യിപ്പിക്കണം, അതും ഇസ്രായേൽ പറയുന്ന അമേരിക്ക പറയുന്ന വ്യവസ്ഥയിൽ. അതല്ലെങ്കിൽ ഖത്തറിന് തന്നെ പണി കിട്ടും എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഒരു വീഡിയോ കാണാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാണ് ബന്ദികളുടെ ഈ ഹമാസിന്റെ കയ്യിലുള്ള ബന്ദികളുടെ മാതാപിതാക്കളുടെ സമ്മർദ്ദം വളരെയധികം ഇദ്ദേഹത്തിന് മേലുണ്ട്. അതിനിടെ ഇപ്പോൾ പുതിയ സമ്മർദ്ദം വരുന്നത് IDF-ലെ പട്ടാളക്കാരുടെ കുടുംബക്കാരുടെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാണ്. IDF-ലെ പട്ടാളക്കാരായിട്ടുള്ള ഇസ്രയേലുകാരുടെ മാതാപിതാക്കൾ ഇപ്പൊ പരസ്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉഴുതി കൊടുക്കാനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നു. ഒരു വിധത്തിലും ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല. നെതന്യാഹുവിന്റെ യുദ്ധക്കൊതി മൂലം തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാൻ ഒരു കാരണവശാലും താങ്കൾ ഒരുക്കമല്ല എന്ന് ഈ പട്ടാളക്കാരായിട്ടുള്ള ഇസ്രായേലുകാരുടെ അച്ഛനമ്മമാർ തുറന്ന കത്തയച്ചിരിക്കുകയാണ്.
ആ കത്ത് ബെഞ്ചമിൻ നെതന്യാഹു അയച്ചിരിക്കുകയല്ല, മാധ്യമങ്ങൾക്ക് കൊടുത്ത് അത് പബ്ലിഷ് ചെയ്യിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രമുണ്ട് ഇസ്രയേലുകാർ തന്നെ ഈ അവരുടെ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇസ്രയേലുകാർ തന്നെ എത്രമാത്രം വലയുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചറിയാം. ഇവിടെ നമ്മൾ ഈ പല പ്രാവശ്യം ഈ 15 മാസത്തിനുള്ളിൽ പല പ്രാവശ്യം തന്നെ സന്ധി സംഭാഷണങ്ങളൊക്കെ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല വഴി. പക്ഷെ ഇതൊന്നും നടക്കാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നെതന്യാഹുവിൻ്റെ ഈ അധികാരത്തിലിരിക്കാനുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് ഈ ഹമാസിന്റെ ചില കടുപ്പിടുത്തങ്ങൾ കൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോയത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബന്ദികളുടെ കാര്യം തന്നെയാണ്. ബന്ദികൾ ഇപ്പോൾ ഇദ്ദേഹം ഒരു വീഡിയോയിൽ വന്നിരുന്നു, ഇങ്ങനെ 34 ബന്ദികൾ ഒരു കണക്കൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് അത് തെറ്റിപ്പോയി, ക്ഷമ പോയിട്ടുണ്ട് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് അതുകൊണ്ടൊന്ന് കേൾക്കാം. വിട്ടുകൊടുക്കാനുള്ള 34 ബന്ദികളുടെ ലിസ്റ്റ് ഹമാസ് അംഗീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൂചന. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ 34 ബന്ദികൾ ജീവനോടെ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചു. അതെനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊരു ബോധമില്ലാതെയാണ് ഇദ്ദേഹം വന്നിരുന്ന് പലതും ഇങ്ങനെ വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചാണ്. 34 പേര് മാത്രമേ ഉള്ളൂ. ലിസ്റ്റ് കൊടുത്തപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ബന്ദികൾ എന്ന് പറഞ്ഞാൽ 34 പേര് മാത്രമേ ഉള്ളൂ, ആ ബന്ദികളെ വിട്ടുകൊടുക്കാൻ പോവുകയാണ് എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ആ വീഡിയോ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, 100-ൽ പരം ബന്ദികളും ഇപ്പോൾ ശേഷിക്കുന്നുണ്ട്. ആ ബന്ദികളിൽ ഈ ഹമാസ് ഓരോ തീർപ്പിനും നിൽക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബന്ദികളിൽ എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന്, എല്ലാവരും ജീവിച്ചിരിപ്പിട്ടില്ല എന്നുള്ളതാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇവര് എന്തുകൊണ്ടാണ് ഈ നെതന്യാഹു രാജിവെക്കണം, നെതന്യാഹു മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണ്? നെതന്യാഹു രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബന്ദികളുടെ എണ്ണത്തിൽ എന്തെങ്കിലും കുറവുള്ളത് അത് നെതന്യാഹുവിന്റെ തലയിൽ വെച്ചു കൊടുക്കാൻ. കാരണം ഇദ്ദേഹത്തിന്റെ വീണ്ടും വിചാരമില്ലാതെ ബോംബ് വർഷത്തിൽ കൊല്ലപ്പെട്ടു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ രക്ഷപ്പെടാം എന്നതാണ് ഇവർ ധരിക്കുന്നത്. ഇപ്പൊ എനിക്കവരോട് പറയാനുള്ളത്, ഇപ്പൊ നെതന്യാഹു ഒന്ന് രാജിവെച്ചിരുന്നത് അല്ലെങ്കിൽ അത് ജയിലിൽ പോയാലും ഇനിയിപ്പോ ഈ ഹമാസിന്റെ വല്ല കൊച്ചുവാപ്പമാരോ വലിയവാപ്പമാരോ ആണ് അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത്. ഈ നെതന്യാഹുവിനേക്കാളും വളരെ തീവ്രമായ നിലപാടുള്ള ആളുകളാണ് ഞങ്ങൾ അധികാരത്തിൽ വരും. അതുകൊണ്ട് ഈ നമ്പേഴ്സിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ കാര്യം എന്താകുമെന്ന് നമ്മളെക്കാളും ആശങ്ക ഇവർക്കുണ്ട്. അതാണ് ഈ വാലിൽ തീ പിടിച്ചുകൊണ്ടുള്ള വോട്ടവും പരിഭ്രമവും ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് പലപ്പോഴും ഈ IDF-ലെ പട്ടാളക്കാർ കൊല്ലപ്പെടുന്ന വാർത്ത ഞാൻ പറയുമ്പോൾ എനിക്ക് തന്നെ വലിയ വേദന തോന്നാറുണ്ട്. 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, എനിക്ക് തോന്നുന്നു മാക്സിമം 22 വയസ്സിന് അപ്പുറത്തേക്കുള്ള ഏതെങ്കിലും ഒരു പയ്യൻ പട്ടാളക്കാരൻ കൊല്ലപ്പെട്ടതായിട്ട് എന്റെ ഓർമ്മയിലില്ല. എല്ലാവരും 18-നും 22-നും ഇടയിൽ പ്രായമുള്ള കൊച്ചു 22 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ എന്ത് പ്രായമുണ്ട്? ജീവിതം ആരംഭിച്ചിട്ട് പോലും തുടങ്ങിയിട്ട് പോലുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇദ്ദേഹം കുറച്ചു നാൾ മുമ്പ് നെതന്യാഹു ബോംബിട്ട് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു, പലസ്തീനിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു എന്നായിരുന്നു നിലവിളി. ഇപ്പോൾ അതൊക്കെ മറന്ന് ഇപ്പോൾ ഇസ്രായേലുള്ള ആളുകൾ മരിക്കുന്നതിൽ, അല്ലെങ്കിൽ ഇപ്പോൾ IDF-ലുള്ള ചില മിലിറ്ററി കുട്ടികളൊക്കെ മരിക്കുന്നതിലാണ് ഇദ്ദേഹത്തിന് വലിയ ദുഃഖം. അവരുടെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഹൃദയവേദന കൊണ്ട് വിങ്ങുന്നതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഈ 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സുള്ള കുട്ടികളാണ് അവിടെ മരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ നിലവിളി. മാത്രമല്ല, ഇദ്ദേഹം ഈ TG മോഹൻദാസ്, എല്ലുപോലിരിക്കുന്ന TG മോഹൻദാസിന്റെ ഒരു കമന്റ് തന്നെയാണല്ലോ താങ്കൾ ഇതിനെ കൗണ്ടർ ചെയ്യുന്നത്. അതായത് TG മോഹൻദാസ് പറഞ്ഞു, നിങ്ങൾ രാജ്യസ്നേഹം എന്തെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ ഇസ്രായേലിലോട്ട് നോക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് താങ്കളൊരു ഇന്ത്യക്കാരനാണല്ലോ. ഈ നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ അതുപോലെ ചൈന ഇങ്ങനെയുള്ള അതിർത്തി പ്രദേശങ്ങൾ, നമ്മുടെ കാശ്മീരിൽ ഒരു വർഷം എത്ര ജവാന്മാർ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്? താങ്കൾക്ക് അതിൻ്റെ വല്ല കണക്ക് താങ്കളുടെ കൈകൊണ്ടോ? അവിടെ 100-ഉം അതിൽ കൂടുതൽ ആൾക്കാർ ഓരോ വർഷവും അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന 18, 19, 20 വയസ്സൊക്കെ ആളുകൾ തന്നെയാണ് അവിടെയും കൊല്ലപ്പെടുന്നത്. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും വേണ്ടില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല. കാരണം അങ്ങനെ നിങ്ങളൊരു വീഡിയോ ചെയ്താൽ ഈ ജവാന്മാരെ കൊല്ലുന്നത് ആരാണ് എന്ന് നിങ്ങൾക്ക് അവൻ്റെയൊക്കെ ജാതിയും പേരും അവൻ്റെയൊക്കെ മതവും ഒക്കെ നിങ്ങൾക്ക് വെളിപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ അവരെ കുറിച്ച് മിണ്ടാത്തത്. നിങ്ങൾക്കറിയില്ലേ ഇത് ചെയ്യുന്ന ആരാണെന്ന്? ഇസ്ലാം തീവ്രവാദി കൂട്ടങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കറിയില്ലേ? മൂഷിക, സുഡാപ്പി,
പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ഈ യുദ്ധത്തിലൊക്കെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ IDF ജോലി ചെയ്യുന്നു കൊല്ലപ്പെട്ടവരുടെ IDF ഇപ്പോൾ ഉള്ള മിലിറ്ററിയുടെയൊക്കെ മാതാപിതാക്കളൊക്കെ പോകാൻ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു, അതല്ലെങ്കിൽ ബന്ദികളുടെ കുടുംബങ്ങളൊക്കെ വന്ന് വലിയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെ താങ്കൾ ഇങ്ങനെ വന്നിരുന്നു നിരന്തരം വന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെയുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ടാകാൻ സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള ഈ പറയുന്ന നമ്പേഴ്സ്, ബന്ദികളിൽ ഇപ്പോൾ നിലവിലുള്ള നമ്പേഴ്സിൽ എന്തെങ്കിലും കുറവ് വന്നാൽ ഇന്ന് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്ന ഈ IDF മിലിറ്ററീസിന്റെ മാതാപിതാക്കളും ഈ ബന്ദികളുടെയൊക്കെ കുടുംബങ്ങളും ഒക്കെ ഏത് രീതിയിലായിരിക്കും അവരുടെ രാജ്യസ്നേഹം, അവരുടെ ദേശസ്നേഹം, അവരുടെ വർഗസ്നേഹം കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. ഈ ചൂടാപ്പി കൂട്ടങ്ങൾക്ക് അന്ന് മനസ്സിലാവും. പിന്നെ ഒരു വലിയൊരു തമാശ നിങ്ങൾ കേട്ടത്, അതും വലിയൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ടാണ് നിങ്ങൾ അതിൽ പറഞ്ഞത്. അതായത് ഈ പാലസ്തീനുള്ള എല്ലാ മുസ്ലിങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അവിടെ ഇങ്ങനെ യഹൂദർ വന്നു വീട് വെച്ച് താമസിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഗെറ്റ് ഔട്ട് ഗാസ, ഗെറ്റ് ഔട്ട് പാലസ്തീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ചെയ്തത്. ഫലസ്തീനികളെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഫലസ്തീനികളെ പുറത്താക്കി ഗസയിൽ സമാധാനമായി ജീവിക്കാം എന്നുള്ളത് വെറും ദിവാസ്വപ്നമാണെന്ന് പറയുന്നത് ആരാ? ഫലസ്തീനികളോ അല്ലെങ്കിൽ നമ്മളോ ഒന്നും അല്ല പറയുന്നത്, ഇസ്രയേലിലെ പൗരന്മാരാണ്. ഈ പട്ടാളക്കാരുടെ അച്ഛനമ്മമാരാണ് പറയുന്നത്. എന്റെ സുഡാപ്പി, എന്റെ മൂശിക, ഈ കേൾക്കുന്നവരൊക്കെ വലിയ മണ്ടന്മാരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അവിടെ അവരെ ഒന്നും ഒഴിപ്പിച്ചുകൊണ്ടല്ല അവിടെ അവരുടെ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാകുന്നത്. അവിടെ എന്തായാലും ഈ ഹമാസിനെ എതിർക്കുന്നവരും ഈ തീവ്രവാദത്തെ എതിർക്കുന്നവരും അവിടെ സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരും നിരവധി മുസ്ലിങ്ങൾ അവിടെ പാലസ്തീനുണ്ടല്ലോ. അവരോടൊപ്പമാണ് അവരവിടെ താമസിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇസ്രയേലിൽ നിങ്ങൾക്ക് എൻ്റെ കണക്കറിയാമോ? ഇസ്രയേലിൽ 18.1% അവിടെ ജനസംഖ്യയിൽ 18.1% മുസ്ലിങ്ങളാണ്. അവരവിടെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയല്ലേ അവിടെ കഴിയുന്നത്. അതും മാത്രമല്ല, നിങ്ങൾ അറിയാതെ പോയൊരു മറ്റൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ട് മിണ്ടാൻ പോലും പറ്റാതിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോ ഈ ഇറാനിലെ പ്രസിഡന്റ് ഹെലികോപ്റ്ററിൽ കൊല്ലപ്പെട്ടപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ പടക്കം പൊട്ടി അവിടുത്തെ ജനങ്ങൾ ആഘോഷിക്കുകയാണ്. അതുപോലെയാണ് ഇന്ന് ലെബൻ, സിറിയ എല്ലാം ഇന്ന് അത്തരത്തിലുള്ള അവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഈ പാലസ്തീനിലെ ഒരു പൗരൻ, അവിടുത്തെ ഒരു അറബി പറഞ്ഞതാണ്. അതായത് അദ്ദേഹം ഈ ഇസ്മയിൽ ഹനിയയ്ക്കും ഈ യാഹിയ സിൻവറിനും നമ്മളെ ഹസൻ നസ്രുള്ളയ്ക്കൊക്കെ താങ്ക് യു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു മാധ്യമത്തോട് പ്രതികരിച്ച്. അദ്ദേഹം എന്തിനാണ് അവരോട് നന്ദി പറയാമെന്ന് അറിയാമോ? കാരണം ഇവർ ഈ ഓഗസ്റ്റ് 7 പോയി ഇസ്രയേലിനെ തോണ്ടിയത് കൊണ്ടാണല്ലോ ഇവന്മാർ ഇങ്ങോട്ട് കയറി ഇവരെയൊക്കെ അടിച്ച് നിരത്തി സൂപ്പാക്കി ഇട്ട് കൊടുത്തത്. അതുകൊണ്ടെന്താണ് ഈ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് പാലസ്തീനിൽ പോലും ഇപ്പൊ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ടെന്ന് ആ പാലസ്തീനിലൊരു സിറ്റിസൺ, ഒരു അറബിയാണ് ഈ പറഞ്ഞത്. ഇതൊക്കെ താങ്കൾ കണ്ടില്ലേ? താങ്കളുടെ ഈ വീഡിയോയുടെ അവസാനം താങ്കൾ ഒരു കാര്യം പറഞ്ഞു, എന്താണെന്നറിയാം? കുറച്ച് നാൾ പറ്റിക്കാം, പക്ഷെ എല്ലാവരെയും നമുക്ക് എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞ വാസ്തവമാണ് മോനെ. നിങ്ങൾ പറഞ്ഞത് അച്ചിട്ട പ്രതി വാസ്തവമാണ്. കാരണം ഇത് തിരിച്ചറിയേണ്ടത് താങ്കളും താങ്കളുടെ ഈ മൂഷിക കൂട്ടങ്ങളുമാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.